നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള സാധ്യമായ എല്ലാ ശ്രമങ്ങളും കേന്ദ്രം നടത്തുകയാണ്. എന്തായാലും കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ, നിമിഷപ്രിയയുടെ ഒരു മോചനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ കൂടി വന്നിട്ടുണ്ട്. കേന്ദ്രം എന്തായാലും സാധ്യമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് എന്ന ഈ വിവരം കോടതിയെ അറിയിക്കും. വിശദാംശം മുദ്രവെച്ച് കവറിൽ നൽകിയിരിക്കുവാനാണ് സാധ്യത. നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16 നടപ്പാക്കും എന്നാണ് വിവരം. അതായത് ഇന്ന് 14, 2 ദിവസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ. അതിനുള്ളിൽ തന്നെ അന്ന് നടപ്പാക്കുമെന്നാണ് വിവരം. എന്തായാലും അതിൽ നിന്ന് രക്ഷിക്കുക എന്നൊരു വലിയൊരു ശ്രമമാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വധശിക്ഷ മരവിപ്പിക്കാനും നിമിഷപ്രിയയെ മോചിപ്പിക്കാനും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടിയത് ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ്. അദ്ദേഹമാണ് ഹർജി നൽകിയത്. ഹർജിയിൽ കേന്ദ്ര സർക്കാർ വക്കാലത്ത് ഫയൽ ചെയ്തു. സുപ്രീം കോടതി ഇന്ന് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ്. എന്തായാലും ഈ നിമിഷപ്രിയയുടെ മോചനത്തിനായി അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു. ഇതേ വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് നേരത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറിനും കത്തയച്ചിരുന്നു എന്നതടക്കമുള്ള വിവരം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇടപെടൽ നടത്തുന്ന എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മാത്രമല്ല, ചാണ്ടി ഉമ്മൻ MLA അടക്കമുള്ളവരും അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ളവരുമൊക്കെ ഇത്തരത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി അയച്ച കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ശ്രീമതി നിമിഷപ്രിയ ടോമി തോമസിന്റെ വധശിക്ഷ 2025 ജൂലൈ 16 നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. ഇത് അനുതാപം അർഹിക്കുന്ന ഒരു കേസാണെന്ന വസ്തുത കണക്കിലെടുത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ വിഷയം ഏറ്റെടുത്ത് ബന്ധപ്പെട്ട അധികാരികളുമായി ഇടപെട്ട് ശ്രീമതി നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി കത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ബോബി ചെമ്മണ്ണൂർ നാളെ ഒമാനിലേക്ക് പോവുകയാണ്. നിമിഷപ്രിയയുടെ മോചന ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ബോബി ചെമ്മണ്ണൂർ ഒമാനിലേക്ക് തിരിക്കുന്നത്. ഇടനിലക്കാരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു യാത്ര നടത്തുന്നതെന്നതും ഏറെ ശ്രദ്ധേയം. ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന 1 കോടി രൂപയ്ക്ക് പുറമെ എത്ര പണം കൂടി പിരിച്ചെടുക്കണമെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായി ആലോചിച്ച് തീരുമാനത്തിലെത്തും. വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെയാണ് ഹർജി. മാത്രമല്ല, നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ കൂടിയുണ്ട്. യമനിലെ പ്രമുഖ മതപണ്ഡിതൻ ഹബീബ് ഉമർ ബിൻ വഴി നോർത്ത് യമൻ ഭരണാധികാരികളുമായി കാന്തപുരം സംസാരിച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായും കാന്തപുരം ബന്ധപ്പെട്ടു. ദയാധനം നൽകി നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കുടുംബം കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ നിമിഷപ്രിയയുടെ ശിക്ഷ ഒഴിവാക്കാൻ വലിയ ശ്രമങ്ങളാണ് 4 ഭാഗത്തു നിന്നും ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷകൾ കുറവാണ് എങ്കിൽ പോലും അവസാന മണിക്കൂറിലും വലിയ രീതിയിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. മരണത്തിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കാതെ ആ ഒരു വധശിക്ഷയിൽ നിന്നും നിമിഷപ്രിയയെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വധശിക്ഷ 16-ാം തീയതി നടപ്പാക്കുമെന്നാണ് യമൻ ജയിൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ദിവസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ. അതിനിടയിൽ തന്നെ ഒരു ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രമുഖരടക്കമുള്ളവർ. കൊല്ലപ്പെട്ട യമനി പൗരൻ തലാൽ അബ്ദു മഹ്ദിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ ശിക്ഷ ഒഴിവാകൂ എന്നതിൽ ആ വഴിക്കുള്ള നീക്കം കൊണ്ടേ കാര്യമുള്ളൂ. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു മാപ്പ് നൽകുക എന്ന നീക്കം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. $1 ദശലക്ഷം കുടുംബത്തിന് വാഗ്ദാനം ചെയ്തു. പക്ഷേ തലാലിന്റെ കുടുംബം ഇതുവരെ അനുകൂല പ്രതികരണം നടത്തിയിട്ടില്ല. അനുകൂലമായി പ്രതികരിച്ചാൽ മാത്രമേ നിമിഷപ്രിയയുടെ ഒരു മോചനം സാധ്യമാവുകയുള്ളൂ. പക്ഷേ കാര്യങ്ങൾ നീങ്ങാൻ ഇനി മണിക്കൂറുകൾ ബാക്കിയുണ്ട്. അതിനിടെ കേസ് സുപ്രീം കോടതിയും പരിഗണിക്കുന്നുണ്ട്. ഇത് മറ്റൊരു രാജ്യത്തെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ഇടപെടുന്നതിൽ സുപ്രീം കോടതിക്കുമുണ്ട് പരിമിതി. യമനി പൗരനായ അബ്ദു മഹ്ദിയെ 2017 ജൂലൈയിലാണ് നിമിഷപ്രിയ തന്റെ കൂട്ടുകാരിക്കൊപ്പം ചേർന്ന് കൊലപ്പെടുത്തിയത്. മാത്രമല്ല, ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം നിമിഷപ്രിയ സുഹൃത്തിനോടൊപ്പം ചേർന്ന് ഈ മൃതദേഹം ജലസംഭരണിയിൽ ഒളിപ്പിച്ചു വെച്ചു. പാലക്കാട് കൊല്ലങ്കോട് തേക്കിഞ്ചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ. യമൻ തലസ്ഥാനമായ സൻആയിലെ ജയിലിലാണ് നിമിഷപ്രിയ
ശിക്ഷയ്ക്ക് വിധേയമായി ആ ജയിലിലാണ് ആയിരിക്കുന്നത്. ഈ പ്രദേശം യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികളുടെ നിയന്ത്രണത്തിനുള്ള പ്രദേശമാണ്. യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലാണ് ഈ പ്രദേശത്തെ നിയന്ത്രിക്കുന്നത്. കൗൺസിൽ പ്രസിഡന്റ് റഷാദ് അൽ അലിമിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് വധശിക്ഷയ്ക്കായുള്ള അംഗീകാരം നൽകിയത്. പക്ഷേ ഹൂതികളുടെ കൗൺസിലുമായി ഇന്ത്യക്ക് യാതൊരു രീതിയിലുള്ള നയതന്ത്ര ബന്ധമില്ല എന്നതും നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒരു വിള്ളൽ തീർക്കുന്നുണ്ട്. യമനിലെ ഔദ്യോഗിക സർക്കാരായ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലുമായാണ് ഇന്ത്യക്ക് ആകെയുള്ള ബന്ധം. ഹൂതികളുമായിട്ട് യാതൊരു ബന്ധവും ഇന്ത്യക്കില്ല. ഇതാണ് പ്രധാനമായും ഔദ്യോഗിക ഇടപെടലിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കാൻ കാരണമായത്. ഹൂതികളുമായി ആകെ ബന്ധമുള്ള ഇറാൻ വഴി ഇന്ത്യ നീക്കങ്ങൾ നടത്തി, പക്ഷേ അതൊരു വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. 2009 നിമിഷപ്രിയ നഴ്സ് ജോലിക്കായി യമനിലെത്തിയത്. അത് കഴിഞ്ഞ് 2012 വിവാഹം. കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശി ടോമിയെയാണ് ഈ നിമിഷപ്രിയ വിവാഹം കഴിച്ചത്. വിവാഹശേഷം നിമിഷപ്രിയ യമനിലെത്തുന്നു. അവിടെ ക്ലിനിക്കിലും ടോമി സ്വകാര്യ സ്ഥാപനത്തിലും ജോലി നേടുന്നു. പക്ഷെ ഇതിനിടെ തലാൽ അബ്ദു മഹ്ദിയുമായി നിമിഷപ്രിയ പരിചയപ്പെടുന്നു. ഈ പരിചയം അവിടെ ബിസിനസ് തലത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഒന്നിച്ച് ബിസിനസ് ചെയ്യാം എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നു. തലാലിനൊപ്പം ചേർന്ന് അവിടെ ക്ലിനിക്ക് തുടങ്ങുക എന്ന പദ്ധതിയായിരുന്നു നിമിഷപ്രിയയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് യമനിൽ വെച്ച് നിമിഷപ്രിയയ്ക്ക് കുഞ്ഞുണ്ടായി. മകൾ മിഷേലിന്റെ മാമോദിസ ചടങ്ങുകൾക്കായി 2014 നിമിഷപ്രിയയും ടോമിയും തലാൽ അബ്ദു മഹ്ദിയും കേരളത്തിലെത്തുന്നു. ചടങ്ങ് കഴിഞ്ഞ് നിമിഷയും തലാലും യമനിലേക്ക് പോയി. ടോമിയും മകളും പാലക്കാട്ട് തന്നെയായിരുന്നു. 2015 സനായിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ നിമിഷ ക്ലിനിക് തുറന്നു. തലാലിന്റെ ഭാര്യ നിമിഷപ്രിയ എന്ന തരത്തിലായിരുന്നു യമനിലെ രേഖകൾ. ഇത് ക്ലിനിക്കിന് ലൈസൻസ് എടുക്കുന്നതിനുണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണ് എന്നാണ് നിമിഷപ്രിയ പറഞ്ഞിരുന്നത്. ക്ലിനിക്ക് നല്ല രീതിയിൽ നടന്നു പോകുന്നതിനിടെയാണ് ലാഭം പങ്കുവയ്ക്കുന്നതുമായി സംബന്ധിച്ച് തലാലുമായി തർക്കമുണ്ടാകുന്നത്. ഈ തർക്കം ഇവർ തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമാകുന്നു. അതിനിടയിലാണ് ഈ കൊലപാതകം ആ ഒരു കാര്യങ്ങളിലേക്ക് എത്തിയത്. എന്തായാലും നിമിഷപ്രിയയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ ഈ ഒരു വധശിക്ഷയിൽ നിന്നും നിമിഷപ്രിയയെ രക്ഷിക്കുക, ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.